സ്മോക്കിംഗ് ഈസ് ഇഞ്ചൂറിയസ് ടു ഹെൽത്ത്. സ്മോക്കിംഗ് കോസസ് ക്യാൻസർ. പുകവലി ആരോഗ്യത്തിന് ഹാനികരം. പുകവലി അർബുദത്തിന് കാരണമാവുന്നു.
എന്താ കരുതിയേ ഒരു ബിറ്റും വെച്ച് എന്നെ ഇല്ലാണ്ടാക്കാമെന്നോ? ഈ ടോമിനെ അതൊക്കെ You should have known about me, you bitch. That one piece of shit video can't put a scratch on my damn life. ആവുന്നൊക്കെ നീ ചെയ്യേ. വാ വാ. ഹലോ ഹലോ, ഞാനിവിടെ എത്തി. ആ ഡോക്ടർ, ഞാൻ പറഞ്ഞ സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടില്ലേ? ഓ യെസ് യെസ്. എന്നാ ഡോക്ടർ മുകളിലേക്ക് വരൂ. പ്ലീസ്, നിങ്ങൾ ആരാണ്? നിങ്ങൾക്ക് എന്താ വേണ്ടത്? അതൊക്കെ നമുക്ക് വിശദമായിട്ട് സംസാരിക്കാം. എന്തായാലും ഡോക്ടർ മുകളിലേക്ക് കയറി വരൂ. നിങ്ങൾക്ക് വേണ്ടത് പണമാണെങ്കിൽ ദയവ് ചെയ്ത് ഞങ്ങൾ ഇങ്ങനെ ഉപദ്രവിക്കരുത്. നിങ്ങൾ ആരെ ഡോക്ടറെ പേടിക്കുന്നേ? ഇവളുമാരൊരു ചുക്കം ചെയ്യില്ല. ബ്ലാക്ക് മെയില്, കോപ്പ്. എടി നീയൊക്കെ ആ കണ്ട വീഡിയോ ഉണ്ടല്ലോ, അതൊന്നും അല്ല. അതിന്റെ ഒക്കെ മേലെ ഉള്ളത് ഞാനിപ്പോ കാണിച്ചു തരാം. ഒന്ന് അഴിച്ചു വിട്, എന്നിട്ട് വാ. നീ ഒന്ന് അടങ്ങട. സമയം അങ്ങ് കിടക്കല്ലേ? ഇപ്പൊ എല്ലാവർക്കും കൂടെ ഒന്നങ്ങ് എടുത്താലോ? സംതിങ് ഹോട്ട്. അങ്ങനെയാണെങ്കിൽ സംസാരിക്കാനൊക്കെ ഒരു മയം ഉണ്ടാവും. അഴിച്ചിട്ട് സംസാരിക്കാൻ നിന്നോട് ഞാൻ പറഞ്ഞത്, അല്ലാതെ കൊണക്കാനല്ല. ബ്ലഡി ബിച്ച്. വിഡ്രോവൽ സിംറ്റംസ്. അതിലെ ദേഷ്യം പൊട്ടിത്തെറിയെല്ലാം പെടും അല്ലേ ഡോക്ടറെ? പ്ലീസ്, നിങ്ങൾക്ക് എന്തു വേണമെങ്കിലും തരാം. എന്റെ ജീവിതം കളയരുത്. എന്നെ ഒന്ന് ഒഴിവാക്കൂ പ്ലീസ്. ഡോക്ടർ വീണ നന്ദകുമാറിന് അങ്ങനെ ഒരു ജീവിതമൊക്കെ ഉണ്ടോ? അങ്ങനെയാണെങ്കിൽ അതങ്ങ് മറന്നേക്ക്. കഴിഞ്ഞ 2 മാസമായിട്ട് നീ വരണ്ണെ കാണാതെ കണ്ട്
എന്തൊക്കെയാ പറഞ്ഞ്? ഹോട്ടി പീസ് ഓഫ് ഹണി പീസ്, സ്വീറ്റി ബഫ്. ദാ ആ വരണാണ് ഞാൻ. നിനക്കിപ്പോ എന്നോടൊന്നും സംസാരിക്കാനില്ല? You don't have a life? Asshole. You realize that? You just can only leave a father's blood or need to burst your organs from. അപ്പൊ ഡോക്ടർക്കും ദേഷ്യം വന്ന് തുടങ്ങിയല്ലേ? Hey guys, cocktail prep is an art, you know. And I find bartenders really how does they stylishly perform the magic. And isn't such a pleasure to eagerly wait over the counter for your drink, exclusively made just for you. Tropical bar counters il poirnittundo. Oh, just happy faces with beautiful smiles over their lips. പക്ഷേ ഞാൻ നിങ്ങളുടെ മുഖത്ത് നോക്കുമ്പോഴാ I see no happy faces here. അപ്പൊ ഇവിടെ ഇട്ട് ഞങ്ങളെ കൊല്ലാൻ തന്നെയാണ് നിങ്ങളുടെ തീരുമാനം അല്ലേ? ഒന്നും അറിയാത്ത പച്ചപ്പാവങ്ങളൊന്നും അല്ലല്ലോ ഞങ്ങൾ വലവിരിച്ച് വാരിക്കൊണ്ട് വന്നത്. നിങ്ങൾക്ക് വല്ല ധാരണ ഉണ്ടായിരുന്നോ നിങ്ങൾ ചെയ്തതിന്റെ ആഫ്റ്റർ ഇഫക്ട്സ്? എടീ, ഞങ്ങളെ പലതും ചെയ്തിട്ടുണ്ട്. പക്ഷെ 5 നിമിഷങ്ങളെ കാണാതായാൽ, ഞങ്ങളെ ഒന്ന് തൊടാൻ നിങ്ങൾ ശ്രമിച്ചാൽ അനുഭവിക്കാൻ നിങ്ങൾ തന്നെ ആയിരിക്കും. ഓർത്തോ? നീ കുറച്ചു നേരം നിനക്കെല്ലാം പതിയെ പതിയെ ഓർമ്മ വന്നു. ജസ്റ്റ് വെയിറ്റ് ബേബി. അപ്പൊ ഇവിടെ ഇട്ട് ഞങ്ങളെ കൊല്ലാൻ തന്നെയാണ് നിങ്ങളുടെ തീരുമാനം അല്ലേ? ഒന്നും അറിയാത്ത പച്ചപ്പാവങ്ങളൊന്നും അല്ലല്ലോ
ഞങ്ങൾ വലവിരിച്ച് വാരിക്കൊണ്ടുവന്നത്? നിങ്ങൾക്ക് വല്ല ധാരണയുണ്ടായിരുന്നോ നിങ്ങൾ ചെയ്തതിന്റെ ആഫ്റ്റർ ഇഫക്ട്സ്? എടീ, ഞങ്ങളെ പലതും ചെയ്തിട്ടുണ്ട്. പക്ഷെ 5 നിമിഷങ്ങളെ കാണാതായാൽ, ഞങ്ങളെ ഒന്ന് തൊടാൻ നിങ്ങൾ ശ്രമിച്ചാൽ അനുഭവിക്കാൻ നിങ്ങൾ തന്നെയായിരിക്കും. ഓർത്തോ? നീ കുറച്ച് നേരം നിനക്കെല്ലാം പതിയെ പതിയെ ഓർമ്മ വന്നോളൂ. ജസ്റ്റ് വെയിറ്റ് ബേബി. Hey, don't yell. I will help you. എനിക്ക് താ. Hey, Uta! Give me, bitch! Uta! Give me! ഫിലിപ്പ്, നീ? Oh, it's you. Yes. Thank you. I guess ഈ ഡോക്യുമെന്റ്സ് ഡിമാൻഡ് ചെയ്യണമെങ്കിൽ തീർച്ചയായും അത് ഇതുമായി ബന്ധമുള്ള ആരെങ്കിലും ആവണമല്ലോ. അപ്പൊ നീ ഒന്നും മറന്നിട്ടില്ല അല്ലേ വക്കീലേ?
എന്നിട്ടും ഇങ്ങനെ ഒരു സിമ്പിൾ ഷാറ്റ് ട്രാപ്പിൽ വീണുപോയി. Pure little things. All men have the same weak point. വാട്ട് യു തിങ്ക് അബൌട്ട് മീ? നിന്റെ ഈ ഊച്ചാളി പീസ് കൊണ്ട് പേടിച്ചിട്ടാണ് ഞാൻ വന്നത്. അല്ലാതെ പിന്നെ നിന്റെ വീട്ടിലുള്ള ഉൾപ്പെടെ ഞാൻ മടുത്തിട്ടോ? കഴിവറ മുഖം. എന്നെ കൂടി കണ്ടതോടെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഛേ, കൊല്ലങ്ങൾക്ക് മുമ്പുള്ള പെണ്ണുങ്ങളുടെ കാര്യമല്ലേ? എടി നീ തന്നെ എല്ലാം സേഫ് ആണെന്നുള്ള പട്ടിഷോ ഇറക്കിയത്. എന്തിനാണ് ഇളക്കുന്നേ? നിനക്ക് ന്യായീകരിക്കാൻ കുറെ കാരണങ്ങളും എന്ത് പ്രശ്നം വന്നാലും നിന്റെ മൂട് താങ്ങാൻ കുറെ ശിങ്കിടികള് എല്ലാം ഉണ്ടാക്കി വെച്ചവരല്ലേ വിക്ടർ. ഞാനോ? നിങ്ങളുടെ ഈ നാറി കളിയിൽ ഒരു ഇടനിലക്കാരൻ റോള് മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ. എന്നിട്ടും എന്നെ ഈ നിലയിൽ അവരാക്കണമെങ്കിൽ യു ജസ്റ്റ് ഡോണ്ട് നോ ദം, വാട്ട് ദേ ആർ അപ് ടു, വാട്ട് ദേ ആർ കേപ്പബിൾ ഓഫ്. എത്ര തന്റെ ഈ വാഴ്ത്തുപാട്ട് ഇനി എന്റെ നേരെ അയക്കോ? നിങ്ങൾ എല്ലാവരോടും ചെയ്തപ്പോ ആലോചിക്കണമായിരുന്നു. ഫിലിപ്പേ, എടാ ഫിലിപ്പേ, എടാ ഫിലിപ്പേ, എടാ പോലെ അവരുടെ നെക്കപ്പിച്ചിക്ക് വേണ്ടി നീ കൂറുമാറിയല്ലടാ. Inhaler. Tara. മാമിനെല്ലാത്തിനും ഒരു യൂണിക് ടേസ്റ്റ് ഉണ്ട്, ഈ ചായ പോലെ തന്നെ. ആൻഡ് ഇറ്റ് സ്റ്റാൻഡ്സ് ഔട്ട്. എന്താണ് പൊടിക്കൈകൾ? മാമിന്റെ കുക്കിംഗ്, യുവർ ഫാമിലി സോ ലക്കി. എന്റെ മൂഡ് ഇനിയും വഷളാകുന്നതിന് മുമ്പ് ഇതിവിടെ നിർത്താം. മാം പ്ലീസ്. വിക്ടർ, നീ എന്താ ഇവിടെ? നേരം കാലൊക്കെ നേരത്തെ കൂട്ടി അറിയിക്കാൻ ഞാനിവിടെ വിരുന്നു വന്നവനല്ല. എന്താ കാര്യം? എനിക്ക് മനസ്സിലായില്ല. മനസ്സിലാക്കി തരാം.
പോൾ വർഗീസിന്റെ രണ്ടാമത്തെ മകൻ. രണ്ടാം ഭാര്യയാണ് എന്റെ അമ്മ എന്ന് കരുതി എല്ലാ കാര്യത്തിലും രണ്ടാമനെ ഓച്ചാഞ്ചിക്കുന്ന ഗതികേട് എനിക്കില്ല. എല്ലാ സ്വത്തുക്കളിലും തുല്യ അവകാശം എനിക്ക് വേണം. കാര്യം ആലോചിക്കാതെയാ വിക്ടറി പറയുന്നതൊക്കെ. എനിക്ക് ഞാൻ എന്താണ് പറയുന്നതൊക്കെ നല്ല ബോധ്യമുണ്ട്. ബോധമില്ലാതെ കളിക്കുന്നതേ കൂടപ്പറപ്പായ നീയാ. പ്ലീസ് മൈൻഡ് യുവർ ലാംഗ്വേജ്. ലോക പ്രശസ്ത എഴുത്തുകാരിക്ക് അതങ്ങ് കീറിക്കൊണ്ട് അവരുടെ ചേലും തോലും കണ്ട് പണ്ടയെ തലയെ കെട്ടിച്ച് തന്തയെ പറഞ്ഞാൽ മതിയല്ലോ. അയാളുടെ മുഴുവൻ സ്വത്തും കൈവശം വെക്കാൻ എന്റെ ഈ രൂപം പോരായിരിക്കും. അങ്ങനെ മുടിഞ്ഞു പോകാതിരിക്കാനാ ഡാഡി പണ്ടേ എല്ലാം അങ്ങനെ ചെയ്തത്. ഞാൻ ഒന്നിനും കൊള്ളാത്തവനാണെന്ന് അങ്ങേർക്ക് മുൻവിധി ഉണ്ടായിരുന്നെന്ന് അല്ലേ? അങ്ങനെ ഞാൻ പറഞ്ഞില്ല. നീയൊന്നും പറയണ്ട. നാട്ടുകാരെ കാട്ടാൻ എഴുത്തുകാരിക്ക് ഇവിടെ ഇന്റർവ്യൂവും ആട്ടവും പാട്ടും എന്ത് വേണമെങ്കിലും അയക്കോ. പക്ഷെ ഇങ്ങനൊരു ആങ്ങളയുള്ള കാര്യം മറന്നിട്ട് അഴിഞ്ഞാട്ടത്തിനുള്ള പുറപ്പാടാണെങ്കിൽ. ആങ്ങളെയോ? എന്താങ്ങള? വെറുപ്പാണെടാ നിന്നെയൊക്കെ. എടി കൂടുതലങ്ങ് നെകളിക്കാതെ നീ. ഈ വിക്ടർ അങ്ങനെ വലിഞ്ഞേറി വന്നവനൊന്നല്ല. എനിക്ക് അവകാശപ്പെട്ടത് നേടാതെ ഞാൻ ഇതിന്ന് പിന്മാറൊന്നും വിചാരിക്കണ്ട, കേട്ടോടി. പേടിക്കണം നീ. ഈ വിക്ടർ എന്താ ചെയ്യാൻ പോണെന്ന് നീ കണ്ടോ? യെസ്. ഗുഡ് ഈവനിങ് മാഡം. ഗുഡ് ഈവനിങ്. മാഡം, ആ സ്ഥലത്തിൻ്റെ അഡ്വാൻസ് കൊടുത്തു വെച്ചിട്ടുണ്ട്. സൂരജ് ഒന്നുകൂടെ വന്നൊന്ന് കാണാനും പറഞ്ഞിട്ടുണ്ട്. ആ സ്ഥലം അത് ഡ്രോപ്പ് ചെയ്തേക്ക്. അതെന്തു പറ്റും മാഡം? വെട്ടിപ്പിടിച്ച് മടുത്തു വക്കീലേ. ഇനിയൊന്ന് സെറ്റിൽഡ് ആവണം. ടെസ്സ മാം തന്നെയാണോ ഈ സംസാരിക്കുന്നത്? വക്കീലിനെ വിളിപ്പിച്ചത് എന്താന്ന് വെച്ചാ പേപ്പർ വർക്കുകളായിരിക്കും. ഞാൻ ഫുൾ പ്രിപ്പയർഡ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. യെസ്, പ്രോപ്പർ വില്ല് തന്നെയാണ്, ഇൻക്ലൂഡിംഗ് മൈ കംപ്ലീറ്റ് ഹെറിറ്റേജ് ആൻഡ് പേഴ്സണൽ അസറ്റ്സ്. ഓ ബട്ട് മാം, ഇപ്പോൾ അങ്ങനെ വിൽപ്പത്രം ഒന്നും തയ്യാറാക്കാനുള്ള ഏജൊന്നും മാമിനായിട്ടില്ലല്ലോ. അപ്പോൾ പോൾ സാറിൻ്റെ പ്രോപ്പർട്ടിയിൽ ഹിയേഴ്സ് 2, മാം ആൻഡ് വിക്ടർ. വിക്ടറോ? അയാളില്ല. ഹീസ് നോട്ട് ഇൻ ദ സീൻ. ബട്ട് മാം, അതെങ്ങനെ? വിക്ടർ പോൾ സാറിൻ്റെ രക്തത്തിലെ ഏക മകനല്ലേ? ഫ്യൂച്ചറിൽ അയാളൊരു അപ്പീൽ ഫയൽ ചെയ്താൽ? പ്രോപ്പർട്ടി എല്ലാം ഇപ്പോൾ കംപ്ലീറ്റ്ലി എന്റെ പേരിലാണ്. ഇതിൽ റിലേഷനും ഡാഡിയെയും ഒന്നും വലിച്ചു വെക്കേണ്ട കാര്യമില്ല. ബട്ട് ലീഗലി കാര്യങ്ങൾ ഫോർവേഡ് ചെയ്യുമ്പോൾ വരുന്ന കോംപ്ലിക്കേഷൻസ്. സി അഡ്വക്കേറ്റ്, ഐ ആം ദി അതോറിറ്റി ഹിയർ, സോ പ്ലീസ് ഫോളോ മീ. സോറി മാം. കിരൺ വല്ലാണ്ട് വിക്ടറുടെ സൈഡ് വാദിക്കുന്നുണ്ടല്ലോ. ഡു യു നോ ഹിം പേഴ്സണലി? നോ മാം. സാധാരണ ക്രിമിനൽ ലോയേഴ്സിന്റെ സുഹൃത്തുക്കളെല്ലാം ക്രിമിനൽസ് തന്നെ ആയിരിക്കുമല്ലോ. അവരാണല്ലോ നിങ്ങൾക്ക് കേസ് ഒപ്പിച്ചു തരുന്നതും അരിമേടിച്ചു തരുന്നതും ഒക്കെ. ഇല്ല മാം, വിക്ടറെ ജസ്റ്റ് അറിയും എന്നല്ലാതെ. എന്റെ സ്വത്തുവകകളെല്ലാം ഞാൻ എന്റെ 2 പെൺമക്കൾക്കുമായി നൽകുന്നു. മാം, പെൺമക്കൾ? യെസ്, ഇസ ആൻഡ് എമി. ആനന്ദ പിള്ളേരോ? കിരൺ. സോറി മാം. മാഡത്തിൻ്റെ തീരുമാനം അങ്ങനെ തന്നെ ആവട്ടെ. എന്നാലും ഇസയ്ക്കും എമിക്കും ഇത്ര വിലമതിക്കുന്ന സ്വത്തുക്കൾ, അതെനിക്ക് മനസ്സിലാകുന്നില്ല. ഇറ്റ് വാസ് എ മെമ്മറബിൾ ക്രിസ്മസ് ഈവ്. ഞാൻ ആദ്യമായി ഇസയെയും എമിയെയും കാണുന്ന ദിവസം. അതാണിപ്പോൾ അവരുടെ ബർത്ത്ഡേയും. ഈ ക്രിസ്മസിന് അവർക്ക് 18 തികയാണ്. ഐ വിൽ ഹോൾഡ് എ ഗ്രാൻഡ് പാർട്ടി ഫോർ മൈ ഏഞ്ചൽസ് ദാറ്റ് ഡേ. ഇനി 5 ദിവസം മാത്രം. ഈ ക്രിസ്മസിന് അവർക്കുള്ള ഗിഫ്റ്റ് എന്റെ വിൽപത്രമാണ്. സോ കിരൺ, ഡു ഓൾ ദ പേപ്പർ വർക്ക്സ് എത്രയും പെട്ടെന്ന്. ഓക്കെ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഉണ്ടായിരുന്നു. ഞങ്ങള് പിന്നെ സ്ഥിരം കേൾക്കാറുള്ളതുകൊണ്ട് കണ്ണും പൂട്ടി അങ്ങ് സഹിച്ചു. ഞാൻ എടുത്തോളാം. വാ വാ, അകത്തേക്ക് വാ. അതെ, നമ്മുടെ വീടൊക്കെ ഇഷ്ടപ്പെട്ടോ? നമ്മുടെ വീടോ?
ഓ സോറി. എന്നാ നിങ്ങളുടെ മാത്രം വീട്. അയ്യോ ഞങ്ങളുടെയോ? താനെന്താണോ ഇങ്ങനെ മസിലും പിടിച്ച് നടക്കുന്നേ? എമി അങ്ങനെയാണ് മാഡം. എന്ത് മാഡോ? ഇനി എന്നെ അമ്മാന്ന് വിളിച്ചില്ലെങ്കിലേ ഞാൻ പിണങ്ങും. ദോ തന്നോടും കൂടിയാ. എന്താ എന്തൊരു ജാടയാ ഇയാൾക്ക്. മുഖത്തെന്താ കടന്നല് കുത്തിയോ? ചെറുമീശ വെറുതെ അല്ല, ഇയാള് വല്ല ആണായിട്ടും ജനിക്കേണ്ടതായിരുന്നു. ദാ ഇത് ഇസയുടെ റൂം. എമിയുടെ റൂം അപ്പുറയാണ്. ഞങ്ങളൊരു റൂമിൽ നിന്നോളാം. നിങ്ങൾ ഇത്രയും കാലം നിന്ന പോലെ കുടുസുമുറി കിടക്കണ്ടെന്ന് കരുതി പറഞ്ഞതാ. ഏയ് വന്ന പാടെ ഇത് വേണോ എമി? അല്ലടോ അമ്മ. അമ്മയോ? കുറെ നേരമായി ഞാൻ കാണുന്നു അവളുടെ ഒരു കൊഞ്ചലും കുഴയലും. എന്താടി? അത് പിന്നെ അമ്മടോ അമ്മ. എപ്പോഴാടി അവർ നിന്റെ അമ്മയായത്? പെട്ടെന്ന് പൊട്ടിമുളച്ചതല്ലേ? എന്താ എന്തിനാന്നൊക്കെ ആർക്കറിയാം. ഒന്ന് പോയെമി. അയ്യോ എമി ദാ. മാം, യുവർ കോംപ്ലക്ഷൻ ടാറ്റു നന്നായി എൻഹാൻസ് ചെയ്യുന്നുണ്ട്. താങ്ക് യു. യു റിയലി ഹെൽപ്ഡ്. കുറെ പാറ്റേൺസ് നോക്കി കൺഫ്യൂസ്ഡ് ആയിരുന്നു. ഓ മൈ പ്ലഷർ മാം. യു നോ വാട്ട് ദേ സേ അബൌട്ട് ടാറ്റു? എ ടാറ്റു മസ്റ്റ് സ്പീക്ക് ടു യു ആൻഡ് സ്പീക്ക് അബൌട്ട് യു. എന്താ വേണ്ടേ? ടീ ഓർ കോഫി ഓർ എനിത്തിങ് സ്പെഷ്യൽ? നോ മാം, ഇപ്പോഴൊന്നും വേണ്ട. ബട്ട് വൺ ഡേ ഐ വിൽ ബി ഇൻ ഫോർ എ ഡേറ്റ്. ഓക്കെ? ഓ ഷുവർ. ബൈ.
ആരാ? എന്താ? മാഡം ഇല്ലേ? ടെസ്സ മാഡം? ഇല്ല, പുറത്തു പോയിരിക്കുക. എപ്പോ വരും മാഡം? മാഡം അല്ല, അമ്മ പറഞ്ഞില്ല. ഓ, ഇയാള് മാഡത്തിന്റെ മകളാണല്ലേ? പക്ഷേ ഇങ്ങനൊരു മകളുള്ള കാര്യം മാഡനോട് പറഞ്ഞിട്ടില്ലല്ലോ. ബട്ട് മാമിന്റെ അതേ കണ്ണുകളാണ് കേട്ടോ ഇയാൾക്ക്. നോ, വി ആർ അഡോപ്റ്റഡ് കിഡ്സ്. അത് പിന്നെ ഇത്രയും ഭംഗിയുള്ള കണ്ണുകൾ കോംപ്ലിമെന്റ് ചെയ്യാൻ ഞാനൊരു പിക്കപ്പ് ലൈൻ ഇട്ടെന്നേ ഉള്ളൂ. These parents are very mediocre. നമുക്ക് കുറച്ചുകൂടി വൈബ്രന്റ് വാരി ഡീറ്റെയിൽസ് പാരൻസ് ചെയ്താലോ? ഇവിടെയല്ല, വേറൊരിടത്ത്, ആരും കാണാത്തൊരിടത്ത്. ഓ സോറി, ഐ എം സോറി, ഐ എം എ ടാറ്റു ആർട്ടിസ്റ്റ് ബൈ പ്രൊഫഷൻ. ഓക്കെ, അതുകൊണ്ട് പറഞ്ഞതാ. ഓ, ആ ബാക്ക് ടാറ്റു നിങ്ങളാ ചെയ്ത്? യാ, ഗുഡ് വർക്ക്. അതുപോലെ ഒരെണ്ണം നമുക്കും ചെയ്താലോ? No, no. Amy. No. Come on, baby. Come on. Amy. Come on. Hey, baby, it's okay. എമി, എന്താ ഇത്? എന്താ ഇത്? മാം, ഇവൻ നമ്മുടെ ഇസയെ. ടോം, നീ ഇസേ ഔട്ട്. ഇറങ്ങി പോടാ എന്റെ വീട്ടിൽ നിന്ന്. ഫിലിപ്പേ, അത് അവിടെ ഒട്ടിക്കൂ, അവിടെ സ്പേസ് ഉണ്ടല്ലോ. ഹേ ബർത്ത്ഡേ ബേബീസ്. എമി, ദാ നിങ്ങളുടെ ഡ്രസ്സൊക്കെ. ഞങ്ങളെ കൊണ്ട് ഈ കോലമൊക്കെ കെട്ടിപ്പിച്ചിട്ട് എന്തിനുള്ള പുറപ്പാടാ? എമി, മാഡം ഇവളിങ്ങനെയാ. എമി, ഇസ, ഇന്ന് എന്റെ ലൈഫിലെ മോസ്റ്റ് പ്രഷ്യസ് ഒക്കേഷൻ അല്ലേ നിങ്ങളുടെയും. എത്ര സന്തോഷത്തിലാണ് ഞാനെന്നറിയാമോ? എല്ലാരെയും വിളിച്ച് ഒരു ജയന്റ് പാർട്ടി നടത്താനാ പ്ലാൻ ചെയ്തത്. പക്ഷെ നിങ്ങൾക്ക് അങ്ങനെ ആൾക്കൂട്ടം വേണ്ടെന്ന് നിർബന്ധം. ആ, ഇത്രയും കാലം ആ മേഴ്സി ഹോമിൽ ചടഞ്ഞുകൂടിയതിന്റെ ഇൻട്രോവേർട്ട്നെസ് ആയിരിക്കും. പക്ഷെ നിങ്ങളുടെ ഈ വാശിക്ക് ഒരാളെ മാത്രം ഞാൻ ക്ഷണിച്ചിട്ടുണ്ട് കേട്ടോ. വേറെ ആരെയല്ല, നമ്മുടെ വക്കീലിനെയാ. അപ്പോ എന്റെ ബേബീസ് ഡ്രസ്സൊക്കെ ചെയ്ത് സുന്ദരി കുട്ടികളായി വേഗം ഇങ്ങു പോര്. The celebration is waiting. നീ ഇവിടെ തന്നെ കൂടാനുള്ള പരിപാടിയാണോടി? ഇതിട്ടാ ഞാൻ എങ്ങനെ സുന്ദരിയല്ലേ? ഒന്ന് പോടി. എനിക്കിങ്ങ് വയ്യ ഈ ചാക്കും കോപ്പിട്ടോ കെട്ടി ഒരുങ്ങി അവിടെ പോയി നിൽക്കാൻ. ഹേ കിരൺ, മാഡം ഹാപ്പി ക്രിസ്മസ്. ഹാപ്പി ക്രിസ്മസ്. പ്ലാനിംഗ് ഒന്നും നടന്നില്ലടോ, താൻ മാത്രമേ ഉള്ളൂ ഗസ്റ്റ്. അതിനെന്താ, മാഡം ഹാപ്പി അല്ലേ? വെരി മച്ച്. അത് മാത്രം മതിയല്ലോ. എന്താ കയ്യില്? ഇതൊക്കെ എന്തിനാ? ഇത് എന്റെ ഒരു സന്തോഷത്തിന്. വാ വാ, അകത്തേക്ക് വാ.
ഇതെന്താ ഒരു മാലാഹ കുഞ്ഞും കൂടി ഒരു കാവൽ പടനവും? ഇവക്ക് കാവല് ഞാനെപ്പോഴും ഉണ്ടാവും. ഓ ഗുഡ് ഗുഡ് ഗുഡ്. അപ്പൊ ഇതങ്ങ് പിടിച്ചേ. Thank you, uncle. താങ്ക്സ്. അപ്പോ കേക്ക് കട്ട് ചെയ്യാം. വാ. ദാ, കട്ട് ചെയ്യ്. ഹാപ്പി ബർത്ത്ഡേ ടു യു. Happy ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി Happy ബർത്ത്ഡേ birthday, ഡിയർ. Isa. ഹാപ്പി ബർത്ത്ഡേ ടു. Happy birthday to you. ഹാപ്പി ബർത്ത്ഡേ ടു യു. Happy birthday to you. ഹാപ്പി ബർത്ത്ഡേ ഡിയർ. ഹാപ്പി ബർത്ത്ഡേ ടു യു. അപ്പൊ വക്കീലെ, ആ ബിഗ് ബർത്ത്ഡേ ഗിഫ്റ്റ്? യെസ്, ഇറ്റ്സ് എ ടൈം. പരേതനായ കുന്നുമേൽ പോൾ വർഗീസ് മകൾ ടെസ പോൾ കുന്നുമേൽ എന്ന ഞാൻ സ്വമേധയായി എഴുതി സാക്ഷ്യപ്പെടുത്തുന്ന വിൽപത്രം. എന്റെ ഉടമസ്ഥയിലുള്ള ഡേ കെയർ, കടമുറികൾ, റീഡിംഗ് ഹാൾ കൂടാതെ മറ്റു വ്യവസായ സ്ഥാപനങ്ങൾ തുടങ്ങി എല്ലാവിധ സ്ഥാപന രംഗമ വസ്തുക്കളും, കൃഷിഭൂമി, എസ്റ്റേറ്റ്, സമ്മർ ഹൗസ്, ഫ്ളാറ്റ്, പുരയിടങ്ങളടക്കം 1110 ഭൂസ്വത്ത് വകകളും സ്വർണം, ബാങ്ക് ഡെപ്പോസിറ്റുകൾ അടക്കം എല്ലാം മരിച്ചുപോയ എന്റെ രണ്ടാം നന്മയായ മേരി പോളിന്റെ ഏക മകനായ വിക്ടർ പോൾ കുന്നുമേലിന്. മേൽപ്പറഞ്ഞ സകല സ്വത്ത് സമ്പാദ്യങ്ങളും എന്റെ മരണശേഷം വിക്ടറിന് കൈവശം വയ്ക്കാനും അനുഭവിക്കാനും കൈമാറ്റം ചെയ്യാനുമുള്ള അവകാശത്തോടുകൂടി ടെസ പോൾ എന്ന ഞാൻ വിട്ടു നൽകുന്നു. വക്കീലെ, എന്താ ഇത്? ഇങ്ങനെയല്ലല്ലോ എന്റെ തീരുമാനം. പക്ഷേ ഇതാണ് ഞങ്ങളുടെ തീരുമാനം. ഞങ്ങളുടെ Merry Christmas. Many, many happy returns of the day. എടാ വിക്ടറെ, എന്റെ വക്കീലിനെ അങ്ങ് ചാക്കിട്ട് പിടിച്ചാൽ എല്ലാം നിന്റെ ആവുന്നാണോ വിചാരം? വില്ലെന്നാൽ സ്വന്തം കൈപ്പടയിൽ എഴുതി ഞാൻ തന്നെ സാക്ഷ്യപ്പെടുത്തേണ്ടതാണ്. അതിന് ഞാൻ തന്നെ വിചാരിക്കണം. അതിന് നീ ജീവനോടെ ഇരുന്നല്ലേ? ഈ നരുന്ന പിള്ളേരല്ലേ പുതിയ അവകാശികൾ. തീരുമാനം നീ കിടക്കുന്നവിടെ
എടാ, നീ എന്താ ചെയ്ത്? പണി പാട് വയ്ക്കില്ലേ? എന്താ പ്രശ്നം? അവൾ കനക്കല്ലടോ, അവളെ കാറ്റ് പോയെന്ന് തോന്നണേ. പണി പാളൂല്ലോ വിക്ടറെ. ഇവിടെ എന്തെങ്കിലും പറയണോ, ഇല്ലെങ്കിൽ ഞാൻ കുടുങ്ങും. ഇനി എന്ത് ചെയ്യും വക്കീലേ? ഡോക്ടർ വീണോ? ഐ എം ഔട്ട് ഓഫ് ഹിയർ. ഈ പാതിരാത്രി എന്നെ വിളിച്ചു വരുത്തിയപ്പോഴേ തോന്നി എന്തെങ്കിലും ഉടായിപ്പായിരിക്കും. ഇത് കൈവിട്ടു പോയി. പ്ലീസ് ഡോക്ടർ, പ്ലീസ് അങ്ങനെ പറയരുത്. എന്തെങ്കിലും ഒരു സൊല്യൂഷൻ. ഇവളുടെ സ്വത്തുക്കളെല്ലാം ഇപ്പോ വിക്ടറിന്റെ കയ്യിലാണ്. അതിലൊരു ഷെയർ മാമിന് പോരെ? ഹൗസ് ദ ഡീൽ? ഇവളുടെ ജീവിതം ഇനി മാറി തുടങ്ങും. ഗുഡ് ബൈ എമി. പക്ഷെ അവൾക്കുള്ള കോക്ടെയിൽ വേറെയാണ്. പക്ഷെ ഇതുകൊണ്ടൊന്നും ആവുന്നില്ല ഡോക്ടറെ. ശരിയാണ്, അന്വേഷണം വന്ന ഇവൻ കുടുങ്ങും. അങ്ങനെ എന്നെ മാത്രം പൂട്ടിയിട്ടാരും വെളിയിരിക്കാമെന്ന് കരുതണ്ട. എല്ലാത്തിനെയും കത്തിച്ചു കളഞ്ഞാണ് വക്കീലേ. ലെറ്റ്സ് ബ്ലാസ്റ്റ് ദി പ്ലേസ് ഔട്ട്. चलो यहाँ से. അപ്പോൾ ഓക്കെ അല്ലേ? നേരെ കാര്യങ്ങളിലേക്ക് കിടക്കാം.
വക്കീലിനോട് ഞങ്ങൾക്കൊരു പ്രോബ്ലം ഇല്ല. ഞങ്ങൾക്ക് അവകാശപ്പെട്ടത് ഞങ്ങളുടെ ടെസ്സ മാഡത്തിന്റെ പ്രോപ്പർട്ടി അത് ഞങ്ങൾക്ക് തിരിച്ചു വരണം. അറിയാമല്ലോ, എൻ്റെ ഫീസൊക്കെ പണ്ട് മുതലേ കൂടുതലാണ്. മരണത്തിന് മുന്നിലും എന്തിനാ വിലപേശൽ? കൊള്ളാം. ഐ ലൈക്ക് ദാറ്റ്. 1730. 50-50. Yeah, why not? പകുതി എന്ന് പറഞ്ഞാൽ എല്ലാ സ്വത്തിൻ്റെയും അതിൽ ഇവളും പെടും. Appo, you really came here for me, my sweetie. So yes, നമുക്ക് കൂടാം. ആദ്യം ഇതൊന്ന് ഡീലാക്കാം. വക്കീലേ, താൻ എവിടെയായിരുന്നല്ലോ? ടെസ്സയുടെ 2 പീറ പിള്ളേര് പഴയ കണക്ക് തീർക്കാൻ വന്നിട്ടുണ്ട്. ഞാൻ അവരെ കണ്ടു. 10 വർഷം കൊണ്ട് പിള്ളേര് കയറി അങ്ങ് തീയായാലോ വിക്ടറെ. ചേലക്കാതിരിക്കടാ. നീ എന്ന് കയറി അപരാധിച്ചെന്റെ ബലമാണ് നീ അനുഭവിക്കുന്നൊക്കെ. അത് വിട് വക്കീലേ, നമ്മൾ തമ്മിൽ എന്തിനാ തർക്കിക്കുന്നേ? കിരണേ, എൻ്റെ ഒരു വീഡിയോ അവരുടെ കയ്യിലുണ്ട്. അത് പുറത്തു പോയത്. അവളുടെ അമ്മയുടെ ഒരു ക്ലിപ്പ്. ലിവ് ഇറ്റ് വക്കീലേ. ദേ ലിവ് ഇറ്റ്. ദേ അവിടെ നോക്ക്. അവിടെ ഒരു സ്റ്റഫ്. അതിങ്ങെടുക്ക്. എടുക്ക്. എടോ വക്കീലേ, താനാദി കെട്ടെന്നഴിക്ക്. കുറെ കെട്ടുകൾ ഞാൻ അഴിച്ചു തന്നതല്ലേ വിക്ടറെ. ഇനി അങ്ങോട്ട് പുതിയ ഗെയിം തുടങ്ങുകയാണ്. താനെന്താടോ ഒരുമാതിരി തന്തയില്ലാത്തരം പറയുന്നത്? അതേടാ വിക്ടറെ, പണത്തിനു വേണ്ടിയുള്ള തന്തയില്ലായ്മത്തരമാണല്ലോ നമ്മൾ കാണിച്ചു കൂട്ടിയതെല്ലാം. ആ തന്തയില്ലാത്തരത്തിൽ നീ നേടിയതിൽ പകുതി എനിക്ക് തരാമെന്ന് പറഞ്ഞപ്പോൾ ദുർബലനായി എൻ്റെ മനസ്സിനിടറിപ്പോയി. തനിക്കറിയാമല്ലോ ഞാനൊരു ദുർബല ഹൃദയനാണെന്ന്. ഇനി കുറച്ചുനാൾ ഞാൻ അനുഭവിക്കട്ടെ എല്ലാം. പന്ന പൊലയാടി മോനെ, കൂടെ നിന്നിട്ട് കാലും മറന്നുട ചേറ്റേ. നീ അങ്ങനെ കിടത്തിളയ്ക്കാതടാ വിക്ടറെ. നീ ഇവിടെ കിടന്ന് ഒന്നും കാട്ടാൻ പോകുന്നില്ല. നിന്റെയൊക്കെ രക്ഷകനായിട്ട് വന്ന ബുദ്ധരാക്ഷസനെ ഞങ്ങളങ്ങ് എടുത്ത്. You fuck. Stop this bullshit drama. കാം ഡൗൺ ഡോക്ടർ. ദാ ഇത് നിങ്ങൾക്കുള്ളതാണ്. അമ്മ, എന്റെ ഫ്രണ്ട് ഇപ്പൊ എനിക്കൊരു വീഡിയോ അയച്ചത്. ആ വീഡിയോയിൽ അമ്മ എന്നാ അവള് പറയണേ. അത് അമ്മയാണോ? ഒന്ന് പറയമ്മ, പ്ലീസ് അമ്മ, ഒന്ന് പറയമ്മ. ഞാനിനി സ്കൂളിലേക്ക് പോകും. ഞാനെന്റെ ഫ്രണ്ട്സിന്റെ പോകുന്നു കേൾക്കും. നിനക്കിനി പഴയ ഡോക്ടർ വീണയാവാൻ കഴിയില്ല വീണേ. നിന്റെ കരിയർ, ജീവിതം എല്ലാം ഞാനങ്ങ് കരിച്ചു കളഞ്ഞു. നീ ഇവിടെ നിന്ന് പുറത്തിറങ്ങുന്ന നിമിഷം ചെറുപ്പക്കാരുടെ വിരൽത്തുമ്പിലെ സ്ക്രീനിൽ ഒരു ഹോട്ട് പീസ് ആന്റിയായി മാറും. നീ തീരുമാനിക്കേ. നാട്ടുകാരുടെയും വീട്ടുകാരുടെയും മുന്നിൽ തല കുനിച്ച് നാണം കെട്ടൊരു ജീവിതം നീ തീരുമാനിക്കു വീണ. അതോ ഇതങ്ങ് അവസാനിപ്പിക്കല്ലേ?
എന്നെ അഴിച്ചു വിടേ, ഇല്ലെങ്കിൽ എനിക്ക് ആ സ്റ്റഫ് യു ബ്ലഡി ബിച്ച്. നിനക്ക് വേണ്ടത് ഞാൻ തരാടാ. അപ്പൊ എങ്ങനെയാ വക്കീലേ, ഓരോ സാക്ഷികളെ നമ്മളങ്ങ് തീർക്കല്ലേ? യെസ്. നീയാണ് ടോം ഞങ്ങളെ ഇങ്ങനെ ആക്കി തീർത്തത്. പിന്നെ ആ ഡോക്ടറെ ഒരു മരുന്നും എന്റെ രൂപം തന്നെ ഇല്ലാതാക്കി. പക്ഷെ ഇത് നിനക്കുള്ള സ്പെഷ്യൽ മിക്സ് ആണ്. ഇത്രയും നേരം നിന്റെ രക്തത്തിൽ കയറാത്ത മുഴുവൻ കേടും തീർക്കുന്ന ഒരു വീരൻ. നോ 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 നോ. ഒരമ്മ പെറ്റതല്ലെങ്കിലും നിന്റെ കൂടെപ്പറപ്പിനെ പോലെ ആയിരുന്നില്ലേടാ ഞങ്ങളുടെ ടെസ്സാമ്മ. അവരെ കൊത്തിപ്പറിക്കാൻ വിട്ടുകൊടുത്തിട്ട് ആ സ്വത്ത് മുഴുവൻ നീ കൈക്കലാക്കിയില്ലേ? അത് ഞങ്ങളിങ്ങ് തിരിച്ചെടുക്കുക. ഈ പ്രോപ്പർട്ടിയുടെ യഥാർത്ഥ അവകാശികൾ ഇവരാണ്. അതുകൊണ്ട് ഞാനിതങ്ങ് തിരിച്ചു കൊടുക്കുക. എന്റെ ഫീസ് അതിച്ചിരി കൂടുതലാണെന്ന് എനിക്കറിയാമല്ലോ. അതുകൊണ്ട് ഇതിന്റെ പകുതി ഞാനിങ്ങെടുക്കുക. അപ്പൊ എങ്ങനെയാ വക്കീലെ കാര്യങ്ങൾ? അത് ഞാൻ ഏറ്റു. നേരെ ഒന്ന് എടുത്തോട്ടെ, അപ്പോൾ അല്ലേ ശരിയാക്കാം. മാർട്ടിൻ, വിക്ടർ മനുഷ്യൻ, 2 നരന്ത് പെമ്പിള്ളേരാ. അങ്ങ് തീർത്തേക്ക്.
Mm-hmm.